വിഖ്യാത ഗായിക ജാനകിക്ക് വിട നൽകുകയാണ് രാജ്യം. ഏറ്റവും പ്രധാനം ദക്ഷിണേന്ത്യയുടെ വാനമ്പാടിക്ക് വിട നൽകാൻ ഇന്ത്യയെ ഒട്ടാകെയുള്ള നിരവധി ആരാധക ലക്ഷങ്ങളാണ് അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. മൈസൂരു മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ പൊതുദർശനം ഇപ്പോൾ നടക്കുകയാണ്. മൃതദേഹം രാവിലെ 8 മണിക്ക് ബൊഗഡയിലെ വസതിയിൽ എത്തിച്ചിരുന്നു. കർണാടക സർക്കാരിൻ്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. പ്രമുഖരുടെ ഒരു നീണ്ട നിരയാണ് ഇന്ന് അവിടേക്ക് പ്രതീക്ഷിക്കുന്നത്. കാരണം അത് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ആന്ധ്ര, കർണാടക, ഒപ്പം തെലങ്കാന, അങ്ങനെ ദക്ഷിണേന്ത്യയുടെ ശബ്ദമായി മാറിയ ജാനകിക്ക് വിട നൽകാൻ ഒരുങ്ങുകയാണ് രാജ്യം. അതിൻ്റെ തയ്യാറെടുപ്പുകളാണ് നടക്കുന്നത്. വി വിനോദുണ്ട് നമുക്കൊപ്പം. വിനോദ്, എന്താണ് ഇപ്പോൾ അവിടെ നിന്ന് ലഭ്യമാവുന്ന ദൃശ്യങ്ങൾ? ഒപ്പം പ്രമുഖരുടെ കേരളത്തിൽ നടക്കമുള്ള പങ്കാളിത്തം എങ്ങനെ ഉണ്ടാകും? സൈത്ത്, പൊതുദർശനം ആരംഭിച്ചിട്ടുണ്ട്. 9 മണിയോടുകൂടി ആണ് പൊതുദർശനത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയത്. ഇപ്പോൾ മൈസൂരു മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിലാണ് പൊതുദർശനം നടക്കുന്നത്. നേരത്തെ എസ് ജാനകിയുടെ ഭൗതിക ശരീരം സ്വവസതിയിലേക്ക് കൊണ്ടുവന്നു. അതിനുശേഷമാണ് പൊതുദർശനത്തിന് ഉള്ള സൗകര്യം ഒരുക്കിയത്. ഇപ്പോൾ നിരവധി ആളുകൾ ഭൗതികദേഹത്തിൽ അന്ത്യോപചാരം അർപ്പിക്കുകയാണ്. ഉച്ച കഴിഞ്ഞാണ് സംസ്കാര ചടങ്ങ്. കനിയഹുടി ഫാം ഹൗസിലാണ് സംസ്കാരം നടക്കുക. ആന്ധ്ര സ്വദേശിയാണ് എസ് ജാനകി. പക്ഷേ അവർ അവസാന കാലഘട്ടത്തിൽ കർണാടകയിലായിരുന്നു താമസിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം വസതിയിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. 88 വയസ്സാണ് ഉള്ളത്. ഇന്നലെ വൈകിട്ട് 7:30 മണിയോടുകൂടി സ്വവസതിയിൽ ശാരീരിക സ്വാസ്ഥ്യം ഉണ്ടാവുകയും കുഴഞ്ഞു വീഴുകയുമായിരുന്നു. തുടർന്ന് ആശുപത്രിയിലേക്ക് എത്തിച്ചു. അപ്പോളോ BGS ആശുപത്രിയിലേക്കാണ് ജാനകിയെ എത്തിച്ചത്. എന്നാൽ ജീവൻ രക്ഷിക്കാനായില്ല. രാത്രി 7:30 മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. 20ഓളം ഭാഷകളിൽ 20,000-ലേറെ പാട്ടുകളുമായി ഹൃദയങ്ങൾ കീഴടക്കിയാണ് ദക്ഷിണേന്ത്യയുടെ വാനമ്പാടി മടങ്ങുന്നത്. 2017 ഒക്ടോബറിൽ താൻ മടങ്ങുന്നു എന്ന ഒരു പ്രഖ്യാപനം, ഇനി പൊതുവേദികളിലേക്കില്ല, ഗാനാലാപന രംഗത്തേക്കില്ല എന്നൊരു പ്രഖ്യാപനം നടത്തി എസ് ജാനകി അവരുടെ ഒരു സംഗീത സബരിയുടെ ഒരു അധ്യായം അടയ്ക്കുകയായിരുന്നു. ആ ജീവിതത്തിൻ്റെ ഏറ്റവും പുണ്യമായ ഒരു ജീവിതത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ അധ്യായം അവസാനിച്ചിരിക്കുന്നു. പക്ഷേ ശ്രോതാക്കളിലൂടെ ഇനിയും എത്രയോ കാലം ജാനകിയുടെ സ്മരണ നിലനിൽക്കും, അവരുടെ ശബ്ദമൊഴുകും. ജാനകി മരിക്കുന്നു, പക്ഷേ അവരുടെ ഗാനങ്ങൾ മരിക്കുന്നില്ല. അതൊരു സംഗീത നദിയായി ഇനിയും തലമുറകളിലൂടെ ഒഴുകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. സജിത്ത്, ആന്ധ്ര ഗുണ്ടൂരിലെ ആയുർവേദ ഡോക്ടർ ശിസ്തില രാമമൂർത്തിയുടെയും സത്യവതിയുടെയും മകളായി 1938 ഏപ്രിൽ 23 എസ് ജാനകിയുടെ ജനനം. ശാസ്ത്രീയ സംഗീതം അഭ്യസിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്രയും ഗാനങ്ങൾ പാടുമ്പോൾ മലയാളത്തിൽ തന്നെ 1200-ലധികം പാട്ടുകളാണ് എസ് ജാനകി ആലപിച്ചത്. അങ്ങനെ ശാസ്ത്രീയമായ ഒരു പഠനമില്ലാതെ, അതിൻ്റെ ഒരു അടിത്തറ ഇല്ലാതെയാണ് ഇങ്ങനെ ശ്രോതാക്കളെ കയ്യിലെടുക്കാൻ, ശ്രോതാക്കളുടെ മനം കവരാൻ ജാനകിക്ക് കഴിഞ്ഞു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി കാണണം. നമുക്കറിയാം, വേദികളിൽ വന്നു പോകുന്ന പല ഗാനമേള വേദികളിലും എസ് പി അതോടൊപ്പം തന്നെ ജാനകിയുമായിട്ടുള്ള കോമ്പിനേഷൻ, അത് സിനിമയിൽ മാത്രമല്ല ഇരുവരും വേദികളിൽ എത്തിയിരുന്നു. അപ്പോൾ ഈ 2 ഗായകരും, SPB ആകട്ടെ ജാനകി ആകട്ടെ, 2 പേരും ശാസ്ത്രീയമായി സംഗീതം അഭ്യസിക്കാത്ത ആൾക്കാരാണ്. പക്ഷേ ഈ 2 പേരും എത്ര വിസ്മയകരമായ ഗാനങ്ങളാണ് ഒരുമിച്ച് സൃഷ്ടിച്ചത് എന്നത് വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ കാണേണ്ടതാണ്. അതുകൊണ്ടാണ് സ്വാഭാവികമായ കലാകാരന്മാർ എന്ന് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ള കല, അത് പ്രത്യേകമായി ഏതെങ്കിലും ഒരു പഠനം നടത്താതെ, ശാസ്ത്രീയമായ കാര്യങ്ങൾ പഠിക്കാതെ തന്നെ അവർക്ക് അവരുടെ കഴിവുകൾ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന, അങ്ങനെ ഒരു അതുല്യ പ്രതിഭ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന എസ് ജാനകിയുടെ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ അമ്മാവനായ ഡോക്ടർ രാമചന്ദ്രൻ, അദ്ദേഹം നാടക കലാകാരനായിരുന്നു. അദ്ദേഹമാണ് സത്യത്തിൽ ജാനകിയെ ഈ കലയുടെ ലോകത്തേക്ക് കൊണ്ടുവരുന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ ചന്ദ്രശേഖർ ചെറുപ്പകാലത്ത് ഈ കലയുടെ വഴിയിൽ ഒരു കൈത്താങ്ങായി കൈപിടിച്ച് നടത്തിയത് അമ്മാവനും അദ്ദേഹത്തിൻ്റെ മകനുമായിരുന്നു. പിന്നീട് ചന്ദ്രശേഖർ, അമ്മാവൻ്റെ മകൻ ചന്ദ്രശേഖർ, രാമപ്രസാദാണ് അമ്മാവൻ്റെ മകൻ.
രാമപ്രസാദ് തന്നെ ജാനകിയെ ജീവിത സഖിയാക്കുന്നു. തുടർന്ന് രാമപ്രസാദിൻ്റെ വിയോഗമുണ്ടായി. കഴിഞ്ഞ ജനുവരിയിൽ ഇവരുടെ ഏക മകൻ മരിച്ചു. മുരളീകൃഷ്ണയാണ് ഏക മകൻ. അദ്ദേഹം നർത്തകനായിരുന്നു. ഹൃദയാഘാതം മൂലമാണ് മുരളീകൃഷ്ണൻ കഴിഞ്ഞ ജനുവരിയിൽ മരിക്കുന്നത്. അതുമുതൽ ജാനകി വളരെ മാനസികമായ പ്രയാസത്തിലായിരുന്നു. ചെറുമകൾക്കൊപ്പമായിരുന്നു താമസം. അതുമുതൽ വലിയ മാനസിക വേദന അനുഭവിച്ചിരുന്നതാണ്. കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു കുഴഞ്ഞു വീഴിലേക്ക് പ്രായാധിക്യമുണ്ട് എങ്കിൽ പോലും മകൻ്റെ വിയോഗത്തിന് ശേഷം വളരെ മാനസികമായി തകർന്ന അവസ്ഥയിലായിരുന്നു ജാനകി എന്ന് തന്നെ ബന്ധുക്കൾ പറയുന്നു. 1957 19-ാം വയസ്സിൽ മദ്രാസിലെ AVM സ്റ്റുഡിയോയിൽ ജാനകിക്ക് ജോലി ലഭിക്കുന്നു. ആ വർഷം തന്നെ പ്രശസ്ത സംഗീത സംവിധായകൻ ചലപതി റാവുവിന് വേണ്ടി വിധയൻ വിളയാട്ട് എന്ന തമിഴ് ചിത്രത്തിൽ പാടുന്നു. തുടർന്ന് ഇങ്ങോട്ട് ആ വർഷം തന്നെ മലയാളം ഉൾപ്പെടെയുള്ള ഗാനങ്ങളിലേക്ക് കരാർ ആവുകയാണ്. 6 ഭാഷകളിൽ പാടാനുള്ള കരാർ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ഗാനം പുറത്തു വന്നു. അത് ഹിറ്റായതോടുകൂടി തന്നെ 6 ഭാഷകളിൽ പാടാനുള്ള അവസരം ജാനകിക്ക് ലഭിക്കുകയാണ്. ഈ പുരസ്കാര നിറവ് കൂടി നമ്മൾ നോക്കണം. സജിത്ത്, 4 തവണയാണ് ജാനകിക്ക് ദേശീയ പുരസ്കാരം ലഭിച്ചത്. 16 വയതിനില്ല. ഒരുപക്ഷെ തമിഴ് ചലച്ചിത്ര രംഗത്തെ ഏറ്റവും ഒരു വഴിത്തിരിവ് അല്ലെങ്കിൽ ഒരു കാലഘട്ടം സൃഷ്ടിച്ച ചിത്രം എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന 16 വയതിനില്ല. അതിൽ ദേശീയ പുരസ്കാരം നേടുന്നു ഗാനത്തിന്. ഓപ്പോൾ മലയാളം ചിത്രമാണ്. തെലുങ്ക് ചിത്രമായ സിത്താര, തേവർ മകനിൽ 1992 ആ പാട്ട് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ഈ ഇഞ്ചി ഇടുപ്പഴക എന്ന് തുടങ്ങുന്ന വരിയിൽ തുടങ്ങുന്ന കമലഹാസനും രേവതിയും അഭിനയിച്ച ആ ചിത്രം, ആ ഗാനം അത് ഇപ്പോഴും നമ്മൾ ഈ കോളേജുകളിൽ പോകുമ്പോൾ മറ്റ് കലാലയങ്ങളിലൊക്കെ തന്നെ ചെല്ലുമ്പോൾ യുവതലമുറ ഏതെല്ലാം വെർഷനിൽ അല്ലെങ്കിൽ അതിൻ്റെ റീമിക്സൊക്കെ എങ്ങനെയൊക്കെയാണ് ഇപ്പോഴും ആ പാട്ട് വരുന്നത്. വോക്കലായി മാത്രമല്ല, ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള, അത് വയലിൻ മാത്രമാകട്ടെ അല്ലെങ്കിൽ ആ തരത്തിലുള്ള സംഗീത ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ പാട്ടിൻ്റെ പല വെർഷനുകൾ നമ്മൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്, അത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എത്ര തലമുറകൾ കഴിഞ്ഞിട്ടാണ് ജാനകി പാടിവെച്ച ഒരു പാട്ടിനെ പുതിയ തലമുറ ഏറ്റെടുക്കുന്നത്, അതിന് വൈവിധ്യം നൽകുന്നത്. അങ്ങനെ ഏറ്റവും സാർത്ഥകമായ ഒരു സംഗീത ജീവിതം എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ജാനകിയെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ സജിത്ത്, ആ രൂപം, ആ ലാളിത്യം, അതെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഒരു ഗായിക എന്നതിനൊപ്പം തന്നെ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ച ഒരു ലാളിത്യമുണ്ട്, അവരുടെ ജീവിതത്തിൻ്റെ ഒരു നൈർമല്യമുണ്ട്. വലിയ ഭക്തയായിരുന്നു. നമ്മൾ പലപ്പോഴും വേദികളിൽ കാണുന്നത് വെള്ള വസ്ത്രം ധരിച്ച ജാനകി അമ്മയാണ്. നരച്ച തലമുടിയുമായി ഒരു കയ്യിൽ ചെറിയ ഒരു കുഞ്ഞു ഡയറിയുമായി നിൽക്കുന്ന, ഒരു കുഞ്ഞു പുസ്തകവുമായി നിൽക്കുന്ന എസ് ജാനകി. ഒരിക്കലും ഈ ശാസ്ത്ര സാങ്കേതിക രംഗം വളരുമ്പോഴും ടച്ച് സ്ക്രീനൊക്കെ വരുമ്പോഴും അങ്ങനെ ഈ വരികൾ അതിൽ നോക്കാതെ തൻ്റെ കയ്യിലിരിക്കുന്ന ആ കുഞ്ഞു ഡയറിയിൽ നോക്കി വായിക്കുന്ന ജാനകി അത്രയും പഴയ കാലത്ത് എങ്ങനെയാണോ തുടങ്ങിയത് അങ്ങനെ തന്നെ ജീവിതത്തിലുടനീളം അതിൻ്റെ ഒരു തുടർച്ച, അനുസ്യൂതമായ ഒരു ജീവിതക്രമം പാലിച്ച ഗായിക എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഇടപെടലുകൾ വളരെ ലളിതമായി അങ്ങനെയുള്ള ഒരു ലാളിത്യത്തോടു കൂടി ഇടപെടുന്ന ജാനകി ഈ ഗാനമേളയൊക്കെ ഉള്ള അല്ലെങ്കിൽ പാട്ട് റെക്കോർഡിംഗ് ഉള്ള ദിവസങ്ങൾ പോലും ഈ കുഞ്ഞു ഡയറിയിൽ അതിൻ്റെ തീയതികൾ എഴുതി വയ്ക്കുന്ന ഒരു ശീലം ജാനകിക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരു ചിട്ട ജീവിതത്തിൽ സൃഷ്ടിച്ച വ്യക്തിയാണ്. കഴിഞ്ഞ ദിവസം നടി ഷീല ജാനകിയെക്കുറിച്ച് അനുസ്മരിച്ചത് ഇങ്ങനെയാണ്. പലപ്പോഴും ചെന്നൈയിൽ നിന്നും അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്തേക്കോ തൃശ്ശൂരേക്കോ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ ഇവരെല്ലാം ഒരു കൂപ്പയിലാണ് ഉണ്ടാകുന്നത്. ആ സമയത്ത് ഈ നടിമാർ ഷീലയും ശാരദയും ഒക്കെ ഉണ്ട്. അവർ പാട്ട് പാടുകയും ജാനകിയും മറ്റ് ഗായികമാരുണ്ട്, ഇവർക്കൊപ്പം യാത്ര ചെയ്യുന്ന ആളുകൾ, അവർ നൃത്തം ചെയ്യുകയും ചെയ്യും. അതായത് സിനിമയിൽ നമ്മൾ കാണുന്നത് ഈ നടിമാർ അഭിനയിക്കുകയും പാട്ടുകാർ ഗാനാലാപനം, അവരുടെ പാട്ട് പാടുകയും ചെയ്യുന്ന രീതിയാണ്. പക്ഷേ ഇവരൊക്കെ സ്വകാര്യ നിമിഷങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ നേരെ തിരിച്ച് ഷീലയും ശാരദയും ഒക്കെ പാട്ട് പാടുകയും ഗായികമാർ ജാനകി ഉൾപ്പെടെയുള്ളവർ നൃത്തം ചെയ്യും എന്ന കാര്യമാണ് ഷീല പറഞ്ഞത്. അത്രയും വ്യക്തിപരമായ സൗഹൃദങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാത്തു സൂക്ഷിച്ച വ്യക്തിയാണ്. 11 തവണ കേരള സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. സൈത്ത്, അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മലയാളിയല്ല, മലയാളത്തിലേക്ക് വരുന്നു. മലയാളത്തിൻ്റെ ദത്തപുത്രി എന്ന ഒരു പേര് കൂടി ജാനകിക്കുണ്ടായിരുന്നു. അത്രയും ഹൃദയം കവർന്ന ഗായികയാണ്. പല ചിത്രങ്ങൾ ഇപ്പോൾ ഓർമ്മയിലേക്ക് വരുന്നുണ്ട്. സ്ത്രീ, പുള്ളിമാൻ, ചന്ദ്രകാന്ത മാലിംഗനം, അതിലൊക്കെ പല പാട്ടുകളും അതിമനോഹരവും എക്കാലവും മനുഷ്യ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നതുമാണ്. ഈ തുമ്പീവ തുമ്പക്കുടത്തിൽ നിന്നൊക്കെയുള്ള ആ പാട്ടൊക്കെ നമുക്ക് എപ്പോഴും നമ്മൾ യൂട്യൂബ് എടുക്കുമ്പോൾ പഴയ പാട്ടുകൾ സെർച്ച് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം വരുന്ന
ഗാനങ്ങൾ, ഗോപികയെ എന്നുള്ള കാറ്റത്തിക്കുളിക്കൂടിലെ പാട്ട്, അങ്ങനെ എത്രയോ ഗാനങ്ങൾ ജാനകിയുടേതായി നമ്മൾ കേട്ട ഗാനങ്ങൾ, താനെ തിരിഞ്ഞും മറിഞ്ഞും, മഞ്ഞണി പൂനിലാവ്, സൂര്യകാന്തി സൂര്യകാന്തി എന്ന് തുടങ്ങുന്ന ഗാനം, തളിരിട്ട കിനാക്കൾ എന്ന വരിയിൽ തുടങ്ങുന്ന ഗാനം, അങ്ങനെ എത്ര പാട്ടുകൾ, ശാരികെ ശാരികെ എന്നുള്ള എത്ര ഗാനങ്ങളാണ് ജാനകിയുടേതായി നമ്മുടെ തലമുറ, അത് ഏതെങ്കിലും 1-2 തലമുറയല്ല സജിത്ത്, 57 തുടങ്ങുന്ന ഒരു സംഗീത സബരിയുടെ അവസാനമാണ് നമ്മൾ കാണുന്നത്. ഒരുപക്ഷെ ഏറ്റവും സാർത്ഥകമായ ജാനകി എന്ന വ്യക്തി അവസാനിക്കുന്നു. ഗായികയുടെ ശബ്ദം ഇനി നമുക്ക് നേരിട്ട് കേൾക്കാൻ കഴിയില്ല, പക്ഷേ എത്രമാത്രം ഹൃദ്യമായിരുന്നു, എത്രമാത്രം ഹൃദയഹാരിയായിരുന്നു ആ ശബ്ദം. എത്ര വികാരങ്ങളാണ് നമ്മൾ അതിലൂടെ അനുഭവിച്ചറിഞ്ഞത്. നമ്മുടെ സ്വകാര്യ നിമിഷങ്ങളിൽ, നമ്മുടെ വേദനകളിൽ, നമ്മുടെ സന്തോഷങ്ങളിൽ, നമ്മുടെ യാത്രകളിലൊക്കെ തന്നെ ജാനകി എത്രയോ തവണ നമ്മുടെ ചെവികളിലേക്ക് എത്തി, അതുവഴി ഹൃദയത്തിലേക്ക് എത്തി എന്നതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഇപ്പോൾ മഹാഗായിക വിടവാങ്ങിയിരിക്കുന്നു. ഇപ്പോൾ പൊതുദർശനം നടക്കുന്നു. ആയിരങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ് സജിത്ത്. പൊതുദർശന ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. കേരളത്തിൽ നിന്നടക്കം പ്രമുഖരുടെ ഒരു വലിയ സാന്നിധ്യമുണ്ടാകും. സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധികളടക്കം ഇതിൽ പങ്കെടുക്കുമെന്നാണ് അറിയാവുന്നത്. ആ രീതിയിലാണ് അവർക്ക് വിട നൽകാൻ ഒരുങ്ങുന്നത് രാജ്യം.